നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നവംബർ 24 മുതൽ നവംബർ 30 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ചന്ദ്രൻ 2.25 ദിവസം കൊണ്ട് രാശികൾ മാറുന്നുണ്ട്. പക്ഷേ മറ്റു ഗ്രഹങ്ങളൊന്നും തന്നെ ഈ ആഴ്ചയിൽ മാറ്റമില്ല. ആദ്യം മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ ആദ്യ ദിവസവും ആഴ്ചയുടെ അവസാന ദിവസവും, അതായത് ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ച് ബാക്കി ദിവസങ്ങൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗത്തിൽ ജനിച്ചവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഇവരുടെ ഏതു പ്രവർത്തനവും ഈ ആഴ്ചയിൽ, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ വളരെ ഗുണപ്രദമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ഏതെങ്കിലും പ്രവർത്തനമോ ജോലിയോ പ്രോജക്റ്റോ അതുമായി ബന്ധപ്പെട്ട അത് മുന്നോട്ട് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുടെ വിജയം, അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി സൗഹാർദ്ദത്തിലല്ലാതിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമോ കലഹം മൂലമോ മാറി നിന്നിരുന്ന സുഹൃത്തുക്കൾ ഒരുമിക്കുന്നു, അവർക്ക് അഭിപ്രായ ഐക്യമുണ്ടാകുന്നു, സൗഹാർദ്ദങ്ങൾ പുതുക്കപ്പെടുന്നു. അതുപോലെ തന്നെ കാമുകന്മാരും കാമുകിമാരും ഏതെങ്കിലും വിധത്തിൽ പ്രശ്നമോ കുഴപ്പമോ ഉണ്ടായി അകന്നു നിന്നവർക്ക് വീണ്ടും ഒരുമിക്കാനുള്ളൊരവസരം, അല്ലെങ്കിൽ പിരിഞ്ഞു പോയവർക്ക് വീണ്ടും ഒരു പുതിയ സുഹൃത്ത് കിട്ടാനുള്ള അവസരം, ഇങ്ങനെയെല്ലാം കാണുന്നുണ്ട്. പൊതുവെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യം. പ്രത്യേകിച്ചും തിങ്കൾ മുതൽ, അതായത് 25-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള നവംബർ മാസത്തിലെ ദിവസങ്ങൾ ഇവർക്ക് പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കുക, യാത്ര കൊണ്ട് മറ്റു പ്രയോജനങ്ങളും ഗുണങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവുക, യാത്ര പ്രധാനമായും ജോലിയുടെ ഭാഗമായിട്ടുള്ളവർക്ക് ഗുണകരമായി വരിക, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും സന്തോഷവും മനസുഖവും സംതൃപ്തിയും ഉണ്ടാവുക, സാമ്പത്തിക നേട്ടമുണ്ടാവുക, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സഹകരിച്ചുള്ള ബിസിനസ് പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുക. ഇതൊക്കെ തുടങ്ങാം. ഈ നക്ഷത്രക്കാരുടെ പെൺമക്കൾ, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗത്തിൽ പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് ആഴ്ചയുടെ അവസാന ദിവസം വലിയ ചില സാമ്പത്തിക വിജയമോ അല്ലെങ്കിൽ വലിയ ചില പരീക്ഷകളിൽ വിജയിക്കുകയോ ചെയ്യാം. അവർ ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സന്തോഷകരമായും ആഹ്ലാദകരമായും വർത്തമാനം കേൾക്കാം. ആഴ്ചയുടെ അവസാന ദിവസം നട്ടെല്ല് സംബന്ധമായോ അലർജി അസുഖമോ ശ്വാസകോശ സംബന്ധമായോ നീർദോഷ സംബന്ധമായോ ഉള്ള അസുഖം ഈ നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള മാർഗവും ആഴ്ചയുടെ അവസാന ദിവസമായ, അതായത് ശനിയാഴ്ച ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പണം കിട്ടുക, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രോജക്റ്റിൽ മുടക്കിയിരുന്ന പണത്തിന് നഷ്ടത്തിൻ്റെ സൂചനകൾ മാറി ലാഭത്തിലോട്ട് വരിക, അപ്രതീക്ഷിതമായി ചില പ്രതീക്ഷകൾ, അപ്രതീക്ഷിതമായി ചില വിജയങ്ങൾ, ഇതെല്ലാം ഉണ്ടാവുക. ഇതൊക്കെയാണ് അവസാന ദിവസം ഇവർക്ക് സംഭവിക്കുന്നത്. എന്നാൽ ആരോഗ്യ സംബന്ധമായി, നീർദോഷ സംബന്ധമായി, നട്ടെല്ല് സംബന്ധമായൊക്കെ ദോഷവും കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ യാത്രകൾ മാറ്റിവെക്കുന്നതാണ് ഉചിതം. സ്ത്രീകളാൽ പ്രശ്നങ്ങളുണ്ടാകാം ഈ നക്ഷത്രക്കാരിൽ പുരുഷന്മാർക്ക്, അതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നുമൊക്കെ പ്രശ്നം ആഴ്ചയുടെ അവസാന ദിവസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മേടക്കൂറിൽ അവർക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24 അത്ര കൊള്ളില്ല. അപ്പോൾ 24, 30 ഒഴിച്ചുള്ള ദിവസങ്ങൾ അനുകൂലമാണ്. 25, 26, 27, 28, 29 അനുകൂല ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യത്തെ ദിവസം മാതാവുമൊത്തോ കുടുംബത്തിൻ്റെ അവരുടെ തറവാട്ടിലേക്കോ അല്ലെങ്കിൽ മൂലകുടുംബത്തിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബക്ഷേത്രം ദർശനം നടത്തുക, അവിടെ പോയി പ്രത്യേക അനുഗ്രഹം വാങ്ങുക, മാതാവുമൊത്ത് യാത്ര ചെയ്യുകയൊക്കെ കാണുന്നു. വാഹനം മാറ്റി വാങ്ങുന്നതിനോ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാനുമൊക്കെ ഇടവരാം. വാഹനം മാറ്റാനുള്ളൊരു സാധ്യത കാണുന്നു. വീട്ടിൽ അറ്റകുറ്റപ്പണികളോ വീടുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുകയോ ചെയ്യാം. അതല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിൻ്റെ കാര്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കാം. എന്നാൽ ചിലവ് ഏറിയിരിക്കും എന്ന് കാണുന്നു. പ്രത്യേകിച്ചും വീട്ട് സാമാനങ്ങൾ വാങ്ങുന്നതിനോ വീട്ടിലെ ഉപകരണങ്ങളോ മറ്റു ഫർണിച്ചറോ വാങ്ങുന്നതിനോ ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ കുറേ അധികം പണം ചെലവഴിക്കേണ്ട ഒരു അവസരവും കാണുന്നുണ്ട്.
ഇവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു യോഗവും കാണുന്നു. പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ സ്വദേശത്തു നിന്നും മാറി നിൽക്കാനുള്ള ഒരു യോഗവും കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര അനുകൂലമായി വരുന്നു. അമ്മാവന്മാരിൽ നിന്നും അമ്മയുടെ രക്തബന്ധത്തിൽപ്പെട്ട ബന്ധുക്കളിൽ നിന്നുമൊക്കെ തന്നെ ഇവർക്കിപ്പോൾ അനുഗ്രഹവും ഗുണവും വരുന്നുണ്ട്. തൊണ്ട, ശ്വാസകോശം ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനോ ശബ്ദം പുറത്തേക്ക് നേരെ വരാത്ത ചില അവസരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. ആഴ്ചയുടെ ആദ്യത്തെ 1-2 ദിവസമാണ് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടവും ഗുണവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് കൂടുതലും കാണുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ഇവരോട് ഏതെങ്കിലും തരത്തിൽ ശത്രുതാ മനോഭാവം പുലർത്തിയിരുന്നവർ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ വീണ്ടും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആഴ്ചയുടെ പകുതി കഴിയുമ്പോൾ, അതായത് 26-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇവർക്ക് കുറച്ചുകൂടി അനുകൂലമായി വരും. ശത്രുവിൻ്റെ മനോഭാവം മാറുകയോ അല്ലെങ്കിൽ ശത്രുവിന് മേൽ അവർ ഉണ്ടാക്കുന്ന വിമർശനങ്ങൾക്കോ അവർ ഏതെങ്കിലും വിധത്തിൽ ഇവരെ മാനസികമായി തളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഇവരുടെ മാനസിക ധൈര്യം ഉയരുകയോ അല്ലെങ്കിൽ അതിനെതിരെ ചെറുത്തു നിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയോ ചെയ്യാം. മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി കടബാധ്യതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മുടക്കമോ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു ആഴ്ചയുടെ പകുതിക്ക് ശേഷം. പൊതുവെ സാമ്പത്തിക ഗുണം കാണുന്നു, യാത്രാഗുണം കാണുന്നു, തടസ്സങ്ങൾ മാറുന്നു. ആഴ്ചയുടെ ആദ്യത്തെ 2-3 ദിവസങ്ങൾ ചെറിയ ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ മാതാവിൻ്റെ കുടുംബത്തിലേക്കോ തറവാട്ടിലേക്കോ ഒക്കെ പോകുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും എന്നും കാണുന്നു. മാതാവിന് നേരിയ തരത്തിലുള്ള ശാരീരിക അവശത ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, യാത്രാഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, പഠന സംബന്ധമായ കാര്യങ്ങളിൽ വിജയം, ഇതെല്ലാം ഉണ്ടാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു 3-4 ദിവസം ചിലപ്പോൾ തൊണ്ട അല്ലെങ്കിൽ ശ്വാസകോശം ഇത് സംബന്ധമായിട്ടുള്ളൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാവിനും നേരിയ തോതിലുള്ള ശാരീരിക അവശത ഉണ്ടാവാം. വാഹനം സൂക്ഷിച്ച് ഓടിക്കണമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27 വൈകുന്നേരത്തിന് ശേഷം 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, അതുപോലെ തന്നെ 2ാം ഭാവാധിപനായ ചന്ദ്രൻ 3ാം ഭാവത്തിലാണ് തുടക്ക ദിവസം സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ സഹോദരിമാരിൽ നിന്നൊക്കെ ഗുണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രവർത്തനങ്ങളിൽ ആലസ്യമോ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സ് കെട്ടുപോയതിൻ്റെ ഒരവസ്ഥ തങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സാന്ത്വനപ്പെടുത്തലുകളും പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കളുടെ, പ്രത്യേകിച്ചും സ്ത്രീകളായ ബന്ധുക്കളുടെ സമീപനവുമൊക്കെ ഇവർക്ക് കുറച്ചുകൂടി മനസ്സമാധാനവും മനസ്സിൽ ശാന്തിയും അതുപോലെ തന്നെ ഉന്മേഷവും ഒക്കെ പകർത്തിയെടുക്കാൻ സാധിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ആലസ്യത്തിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ഉന്മേഷത്തോടുകൂടി തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഇവർ വ്യാപരിക്കുന്നതും കാണാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അന്ന് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം വരെ ആലസ്യത്തിലായിരുന്ന മനസ്സ് പെട്ടെന്ന് തന്നെ തയ്യാറെടുത്തുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഇടപഴകാൻ ഇവരെ അനുവദിക്കുന്നു. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഇവർക്ക് കുറച്ച് ഗുണമാണ്. ചിലപ്പോൾ വീട്ടിൽ നിന്നൊന്ന് അകന്നു നിൽക്കേണ്ടതായി വന്നേക്കാം. മറ്റു ദേശങ്ങളിലേക്ക് പോകുവാനോ പഠന സംബന്ധമായോ ഉദ്യോഗ സംബന്ധമായോ വേറെ ചില ലക്ഷ്യങ്ങൾ സാധൂകരിക്കാനോ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവർ തുടങ്ങുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ തിങ്കൾ മുതലുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ. പൊതുവെ ഇവർക്ക് അനുകൂലമാണ്. എന്നാൽ മാതാവിന് ശാരീരികമായ അവശതയോ യാത്രയിൽ തടസ്സമോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ മനസ്സിനുണ്ടായ ഉന്മേഷവും ആദ്യത്തെ ആലസ്യമൊക്കെ മാറി ഏറ്റവും അടുത്ത സ്ത്രീ ബന്ധുക്കളാലൊക്കെ ഉണ്ടാകാവുന്ന ചില മാനസിക ശക്തിയുമൊക്കെ ഇവരെ ആദ്യത്തെ ഞായറാഴ്ചയ്ക്ക് ശേഷം തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന ചെറിയ ചില തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കും. മനസ്സിൻ്റെ ഈ ശക്തി കൊണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും കടബാധ്യതയിൽ നിന്ന് മോചനം, തങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില മേഖലകളിൽ കൂടുതൽ
ബുദ്ധിശക്തിയോടുകൂടി ക്രിയാത്മകമായ ശക്തിയോടുകൂടി ഇടപഴകാൻ ഇവർക്ക് സാധിക്കുന്ന തരത്തിലുള്ളൊരു മനസാന്നിധ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. അതായത് പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു, മനസ്സിന് സന്തോഷമുണ്ടാകുന്നു, യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, പിണങ്ങി നിന്നിരുന്നവരുമായി ഇണങ്ങിപ്പോകാനുള്ളൊരു മനസാന്നിധ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ കടുപ്പവും അസ്വസ്ഥതയും വിഷമാവസ്ഥകളുമൊക്കെ മാറുന്നു. പൊതുവെ ആഴ്ചയുടെ അവസാന ദിവസമാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ നല്ലത്. നല്ല ദിവസങ്ങൾ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നല്ലതാണ്. അതിനുശേഷം 30-ാം തീയതിയും വളരെ ഗുണകരമായിട്ട് കാണുന്നു. 27 വൈകുന്നേരത്തിന് ശേഷം 28, 29 സന്താനങ്ങൾക്ക് ചെറിയ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പക്ഷേ സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണില്ല. മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ശാരീരികമായ അവശത, ഉദരസംബന്ധമായ അസുഖമോ, തുടയെല്ല്, കാൽമുട്ട് ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾക്കോ വഴി കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുവാനും അപകട സാധ്യതകൾ കുറയ്ക്കുവാനും അങ്ങേയറ്റം സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക, പ്രാർത്ഥിക്കുക. നാഗരാജാവിന് പ്രത്യേകമായിട്ട് ഇവർ ചെയ്യേണ്ടത് നൂറും പാലും കൊടുക്കുക. അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുക, നീരാഞ്ജനം കത്തിക്കുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചെയ്യേണ്ടത്. ഏറ്റവും ഒടുവിൽ 12 കൂറിൻ്റെയും ഫലാഫലങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് സാധാരണ ഞാൻ അങ്ങനെ പറയാറുള്ളത്. ഓരോരുത്തർക്കും ദോഷമുള്ളവർ അത് ചെയ്യുക. കമൻ്റിട്ട ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പരിഹാരം പറഞ്ഞു പോകണമെന്ന്. ജനറലായി പറയുമ്പോൾ ശനിദോഷമുള്ളവർക്കും വ്യാഴദോഷമുള്ളവർക്കും രാഹുദോഷമുള്ളവർക്കും കേതുദോഷമുള്ളവർക്കും അത് ചെയ്യാവുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി, അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു, 3-ൽ സഞ്ചരിക്കുന്ന കേതു, ശുക്രൻ ഇവർക്ക് ഇപ്പോൾ 6-ലാണ് സഞ്ചരിക്കുന്നത്. 5-ാം ഭാവത്തിൽ സൂര്യനും അതുപോലെ ശുക്രനും സഞ്ചരിക്കുന്നു. ജന്മത്തിൽ ചൊവ്വയുണ്ട്, അതുപോലെ തന്നെ വ്യാഴം 11-ൽ സഞ്ചരിക്കുന്നു. ഇവിടെ വ്യാഴവും അതുപോലെ തന്നെ ബുധനും താരതമ്യേന ഭേദമാണ്. ബുധൻ 5-ൽ അത്ര ഗുണമൊന്നുമില്ലെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഗുണം എന്ന് ഏറ്റവും കൂടുതൽ പറയാൻ സാധ്യതയുള്ള ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴം 11-ലെ നിലയാണ്. ജന്മത്തിലെ ചൊവ്വയ്ക്ക്, കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്കൊരു പ്രത്യേക അനുഗ്രഹമുണ്ട്. പലരും നീചമാണല്ലോ, അപ്പോൾ കൂടുതൽ ദുഷ്ടനാകും, പാപഗ്രഹത്തിന് ബലം കുറയുമ്പോൾ അത് കൂടുതൽ ദുഷ്ടത ചെയ്യുമെന്നൊരു പ്രമാണമുണ്ട്. പക്ഷേ ഇവിടെ ചൊവ്വ പാപഗ്രഹമായി മാറുന്നില്ല. കാരണം കർക്കിടക രാശി ചൊവ്വയ്ക്ക് സ്വതവേ തന്നെ നീചഭംഗ രാജയോഗം എന്ന ഒരു യോഗം കിട്ടുന്ന ഏരിയയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ അധിപൻ ഏത് ഗ്രഹമാണോ നീചം ഭവിച്ച് നിൽക്കുന്നത് ആ രാശിയുടെ അധിപനായ ചന്ദ്രൻ്റെ തന്നെ കേന്ദ്രത്തിൽ നിൽക്കുന്നതിനാൽ സ്വാഭാവികമായും ഈ കർക്കിടകസ്ഥിതനായ ചൊവ്വയ്ക്ക് നീചഭംഗ രാജയോഗം എന്ന ഗുണമുണ്ട്. അങ്ങനെയുള്ള ചൊവ്വ സ്വാഭാവികമായും അത്ര ദോഷം ചെയ്യാൻ സാധ്യതയില്ല. യോഗങ്ങളൊക്കെയും ലഗ്നാൽ ജനിച്ച സമയത്താണ് പറയേണ്ടതെങ്കിലും ഇവിടെ പ്രധാനമായും നമ്മൾ പറയുന്നത് ആ സമയത്ത്, അതായത് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ കൂടുതൽ ദുഷ്ടനാവാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ആയില്യം, അതുപോലെ തന്നെ പൂയം, അതുപോലെ തന്നെ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അടങ്ങുന്ന കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാർക്ക് ശാരീരികമായ വലിയ ദോഷമോ അഗ്നിഭയമോ മുറിവുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കലഹമോ അല്ലെങ്കിൽ തങ്ങളുടെ വേഗതയും തങ്ങളുടെ എടുത്തുചാട്ടവും ഒക്കെ കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കുറയും. എന്നാലും ചൊവ്വയാണ്, പാപഗ്രഹമാണ്. അത് ജന്മത്തിൽ നിൽക്കുമ്പോൾ, കേന്ദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ 10-ാം ഭാവം ഒഴിച്ച് എവിടെ ചൊവ്വ നിന്നാലും ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും അപകട സംബന്ധമായ കാര്യങ്ങളിലും വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന പെട്ടെന്നുണ്ടാകുന്ന വികാരാധിപ്യം കൊണ്ടും ക്ഷോഭം കൊണ്ടും ഉണ്ടാകാവുന്ന ദോഷങ്ങളെയും ഒക്കെ തന്നെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി പറയുന്നു. 11-ലെ വ്യാഴമാണ് ഇവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം. സർവാഭീഷ്ടമാണ് വ്യാഴം. എന്നാലും മറ്റു തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് സ്വാഭാവികമായി കുറച്ചുകൊണ്ട് വ്യാഴം കുറച്ചെങ്കിലും അനുകൂലമായിട്ട് ഇവർക്ക് നിൽക്കും. തടസ്സങ്ങളും അപകട സാധ്യതകളും രോഗാവശതകളുമൊക്കെ ഉണ്ടാകുമെങ്കിലും, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ജോലി രംഗത്ത് തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും, വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ചില കല്ലുകടികൾ ഉണ്ടാകാമെങ്കിലും അതിനെല്ലാം തന്നെ ഈശ്വരീയമായ ഒരു പരിഹാരവും അനുഗ്രഹവും കർക്കിടകക്കൂറിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നതാണ് കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാരോട് എനിക്ക് പറയുവാനുള്ളത്. കാരണം ഒടുവിൽ ഈശ്വരൻ്റെ വിജയമായിരിക്കും, ഒടുവിൽ ഈശ്വരൻ്റെ അനുഗ്രഹമായിരിക്കും ഇവർക്ക് ഏറ്റവും ഗുണകരമായി വരിക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 26, 27 വൈകുന്നേരം വരെയും
ഇവർക്ക് ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയുടെയും അഷ്ടമത്തിൽ രാഹുവിൻ്റെയും 2-ൽ നിൽക്കുന്ന കേതുവിൻ്റെയും അതുപോലെ തന്നെ 12-ൽ നിൽക്കുന്ന ചൊവ്വയുടെയും ഒക്കെ ദോഷങ്ങൾ ഇവരെ ഏതെങ്കിലും വിധത്തിൽ ഇവരെ അലട്ടാം. എന്നാൽ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, 4-ൽ സഞ്ചരിക്കുന്ന ബുധൻ, അതുപോലെ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം. 10-ലെ വ്യാഴം വേണ്ടത്ര ഗുണം ചെയ്യില്ല എന്നുണ്ടെങ്കിലും ജോലി സംബന്ധമായ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരില്ല. സാമ്പത്തികമായ കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ വരില്ല. ശുക്രൻ്റെ ദൃഷ്ടി 11-ാം ഭാവത്തിലേക്ക് ഉള്ളതിനാൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ ദോഷമുണ്ടാവില്ല. ധനം വരുന്ന കാര്യത്തിൽ ധനാഗമനം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ദോഷമുണ്ടാവില്ല. എന്നാൽ വരുന്ന ധനം അത്രയും ഏതെങ്കിലും വിധത്തിൽ ചിലവായി പോകും എന്നുള്ള കാര്യം സ്വന്തം ആവശ്യത്തിനും ഒക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും ചിലവുകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചൊവ്വ 12-ൽ നിൽക്കുമ്പോൾ ആ ചൊവ്വയ്ക്ക് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 4-ഉം 9-ഉം ഭാവാധിപത്യം ഉള്ളതിനാലും പ്രയോജനപ്രദമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയും പണം മുടക്കുന്നതിനാൽ ആ പണം കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപകാരപ്രദം ഉള്ളതായിരിക്കാം. ഉടനെ ലാഭം കിട്ടാത്ത പല കാര്യങ്ങൾക്കും പണം മുടക്കേണ്ടി വന്നേക്കാം ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒരു വലിയ സംഭരണം ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരാഴ്ചയിൽ ഇവർക്ക് ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ശാരീരികമായ അവശതയൊക്കെ ചെറിയ തോതിലെങ്കിലും ഇവർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ചൊവ്വ 12-ൽ നിൽക്കുന്നത് ചൊവ്വയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർക്കിടകൻ രാശിയിൽ ചൊവ്വ വലിയ ദോഷമൊന്നും ചെയ്യില്ലെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം. ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ ഉണ്ടാകാം. ജലവുമായി ബന്ധപ്പെട്ട് ജലജന്യമായ ജലത്തിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ അണുബാധയോ ദോഷമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ചും ദ്രാവക രൂപത്തിലുള്ളതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ചിങ്ങക്കൂറിൽപ്പെട്ടവർ ഏതെങ്കിലും വിധത്തിലുള്ള ശസ്ത്രക്രിയയ്ക്കൊക്കെ വിധേയനാകേണ്ടി വന്നേക്കാം ഇത്തരം ദ്രാവകങ്ങൾ, ലഹരി പാനീയങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാൽ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. യാത്രയിൽ ചെറിയ തടസ്സം വന്നേക്കാം. മൂത്ത സഹോദരന്മാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ളവർക്കൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരി, അതുപോലെ മാതാവ്, സ്ത്രീ, സുഹൃത്തുക്കൾ, മകൾ, ഭാര്യ ഇവർക്കൊക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതകൾ വിരളമല്ല എന്നേ പറയുന്നു. വലിയ ദോഷമൊന്നും ഉണ്ടാകില്ലെങ്കിലും ശ്രദ്ധിച്ചു കൊള്ളണമെന്നർത്ഥം. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് വലിയ ഗുണത്തെ ചെയ്യും. ഭാഗ്യം, അനുഗ്രഹം, സ്വന്തം കഴിവ് ഉപയോഗിച്ച് ചെയ്യാവുന്ന മേഖലകളിൽ വിജയം, അതുപോലെ തന്നെ ലോട്ടറി ഉൾപ്പെടെയുള്ള ധനാഗമ മാർഗങ്ങൾ ഇപ്പോൾ ഇവർക്ക് ഗുണകരമാണ്. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന വിധത്തിലുള്ളൊരു ഭാഗ്യം ദേവിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രത്യേകിച്ചും വ്യാഴക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും തങ്ങളുടെ കാര്യശേഷി, പ്രവർത്തനശേഷി, ബുദ്ധിശക്തി, ക്രിയാത്മകത ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഉന്മേഷകരമായ സഹകരണ മനോഭാവത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് പൊതുവെ ഇവരുടെ പ്രവർത്തന രംഗം കൂടുതൽ ആയാസരഹിതവും അതുപോലെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതുമാകും. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ ഒരു വശത്തുണ്ടെങ്കിലും, തടസ്സങ്ങൾ ഒരു വശത്തുണ്ടെങ്കിലും, കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിലും, കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നാലും ഇത്തരം ചില അനുഗ്രഹങ്ങൾ ഇപ്പോൾ ഇവർക്ക് ഗുണകരമായിട്ട് വരും. ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ ഭാഗം ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അപവാദങ്ങൾ തങ്ങൾക്കെതിരെ ഉണ്ടാവാം. അധമ ബന്ധങ്ങൾ സൂക്ഷിക്കുക. അതിൽ നിന്നൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മോശപ്പെട്ട ഒരു അവസ്ഥ സമൂഹത്തിൽ പടരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24 ഗുണകരമാണ്. അത് കഴിഞ്ഞാൽ 27 വൈകുന്നേരത്തിന് ശേഷം 28, 29 താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും വളരെ ഗുണകരമായിട്ട് വരുന്നു. കാരണം 9-ലെ വ്യാഴം ഇവർക്ക് അനുഗ്രഹമാണ് വരിക. പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ നിന്നൊക്കെ കഴിഞ്ഞ കുറച്ചു കാലം ഏതെങ്കിലും വിധത്തിൽ ഇവർ അകന്നു നിൽക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു. തങ്ങളുടെ പഴയ പ്രവർത്തന മേഖലയിൽ കൂടുതൽ സജീവമായി ഇടപഴകാൻ സാധിക്കുന്നു. സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാകുന്നു. വളരെ വലിയ പണം ഒന്നും വന്നില്ലെങ്കിലും, ധനം വളരെ വലിയ രീതിയിലൊന്നും വന്നില്ലെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും മനസ്സിന് സന്തോഷം ലഭിക്കാനുമൊക്കെ വിധത്തിൽ അല്പസ്വല്പം സേവിങ്സിനുമൊക്കെ വിധത്തിലുള്ള പണം ഇപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വന്നു ചേരണം. പ്രവർത്തനങ്ങളിൽ അപാരമായ ഈശ്വരാധീനമാണ് ഇപ്പോൾ ഇവർക്കുണ്ടാകുന്നത്. തങ്ങൾ കുറേ കാലമായി
ഏതെങ്കിലും തരത്തിലൊക്കെ വൈമുഖ്യത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടി ഇഷ്ടത്തോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി, മനസ്സമാധാനത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവരുടെ മേലധികാരികൾ, ഗുരുസ്ഥാനീയരായ വ്യക്തികൾ, ബന്ധങ്ങളിൽ പിതാവ് അല്ലെങ്കിൽ അച്ഛന് തുല്യരായ ബന്ധുക്കളിൽപ്പെട്ട കാരണവസ്ഥാനത്തിൽപ്പെട്ടവർ, അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെയൊക്കെ സഹകരണവും അവരുടെയൊക്കെ മനസ്സിൻ്റെ ഇഷ്ടഭാവത്തിലുള്ള ഒരു അവസ്ഥയും ഇവരിലേക്ക് ഇപ്പോൾ ശുഭകരമായ മഴ പോലെ പെയ്തിറങ്ങും. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവർക്കിപ്പോൾ സമാധാനവും മാനസികമായ സുരക്ഷിതത്വവും അനുഭവപ്പെടും. അനാഥത്വമൊക്കെ മാറി, ആശങ്കകളൊക്കെ മാറി കുറച്ചുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കുന്നു. വീട്ടിൽ പുതിയ ഉപകരണങ്ങൾ വാങ്ങുക, പുതിയ ഫർണിച്ചർ വാങ്ങുക, വീട് മോടി പിടിപ്പിക്കുക, പുതിയ വാഹനം വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നതാണ്. അതുപോലെ സാമ്പത്തികമായിട്ട് ഇവർക്കിപ്പോൾ വളരെ ഉന്മേഷാവസ്ഥയാണ് കാണുന്നത്. വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നേടാൻ തക്കവണ്ണമുള്ള ധനം ഇവരിലേക്ക് എത്തിച്ചേരണം. ധനം നേടുന്ന കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു മനസ്സും ഇവർക്ക് കാണുന്നു. അതുകൊണ്ട് തന്നെ പൊതുവേ ഇവരുടെ ഇപ്പോഴത്തെ ജീവിതം ഗുണകരമാണ്. ഇവർ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഇവർ രഹസ്യമായി ചെയ്യുന്ന ചില സ്വഭാവങ്ങൾ, അത്തരം വാസനയുള്ളവർ ആണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ആ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുറത്ത് എല്ലാവരും അറിയുന്ന തരത്തിൽ നാണക്കേടോ അഭിമാനക്ഷതമോ ഉണ്ടാകുന്ന തരത്തിലൊക്കെ അത് പടരാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് ചെയ്യുന്ന മോശപ്പെട്ട പ്രവൃത്തികൾക്കൊരു നിയന്ത്രണം വരുത്തുക. ഇനി ഇങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് പോലും മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഉള്ള ചില അപഖ്യാതികൾ പറഞ്ഞു പുറത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ശരീരത്തിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ചില വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ശരീരത്തിൽ അലർജിയോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇഴജന്തുക്കളെയും ക്ഷുദ്രജീവികളെയും ഭയക്കണം. തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെട്ടൊക്കെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിങ് പോലെയോ അല്ലെങ്കിൽ ചൊറി പോലെയോ ഒക്കെ ഉണ്ടാകാൻ, അലർജി പോലെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27 വൈകുന്നേരം വരെയും 30-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും മോശപ്പെട്ട അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കാരണം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് 8-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. ഒരു മംഗളകർമ്മവും സാധാരണ 8-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ചെയ്യാറില്ല. 8-ലോ 6-ലോ 12-ലോ ഒരു ഗ്രഹം പോയി നിന്നാൽ, പ്രത്യേകിച്ചും ശുഭഗ്രഹമാണെങ്കിൽ ആ ഗ്രഹത്തെ കൊണ്ട് പ്രയോജനമില്ല. 8-ൽ ഒരു ഗ്രഹവും നിൽക്കാൻ പാടില്ല, ശുഭനോ പാപനോ ആയാലും. പാപനായാൽ കൂടുതൽ ദുഷ്ടതരമുണ്ടാകും, ശുഭനായാൽ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈശ്വരാധീനത്തിൻ്റെ അടയാളമായ വ്യാഴം 8-ൽ പോയി നിന്നാൽ സ്വാഭാവികമായും തടസ്സങ്ങളോ അതുപോലെ ഈശ്വരാധീനക്കേടും ഭാഗ്യക്കേടും ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 2-ൽ സഞ്ചരിക്കുന്ന ബുധനും 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുമാണ് ഒരു വിധത്തിലെങ്കിലും ഇവരെ ഇപ്പോൾ സഹായിക്കുക. അതുപോലെ തന്നെ 6-ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. രാഹു 6-ൽ സഞ്ചരിക്കുന്നത് താരതമ്യേന ഗുണമെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് തങ്ങളുടെ ഭയം അല്ലെങ്കിൽ ആശങ്കകൾ അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. ശത്രു ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ നിൽക്കാനുള്ളൊരു മനസാന്നിധ്യവും ധൈര്യവും ഉണ്ടാകും. അതുകൊണ്ട് പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഗുണമുണ്ടാകും. തീർച്ചയായിട്ടും 10-ൽ ചൊവ്വ കൂടി നിൽക്കുന്നത് കൊണ്ട് നല്ല ഉന്മേഷവും കാര്യപ്രാപ്തിയും, ഏത് വിമർശനത്തിനെയും ഏത് അടിസ്ഥാനരഹിതമായ എതിർപ്പിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു മനസ്സിൻ്റെ ശക്തി ഇവർക്ക് എന്തായാലും ഇപ്പോൾ ഉണ്ടാകും. തീർച്ചയായിട്ടും കർമ്മം ശക്തമായാൽ അതിന് റിസൾട്ടും ഉണ്ടാകും, ധനം വരികയും ചെയ്യും. അതുകൊണ്ട് ധനം നേടുന്ന കാര്യത്തിലും പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ഇവർക്ക് വലിയ ദോഷങ്ങളില്ല. എന്നാൽ ഭാഗ്യക്കേട് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ പ്രവർത്തനത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും അതിനെന്തെങ്കിലുമൊക്കെ തടസ്സം വരാം. പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുമാനം വരണമെന്നില്ല. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു പ്രവർത്തനം വാഗ്ദാനം ചെയ്ത് ഏറ്റെടുത്താൽ അത് തീർക്കാൻ സാധിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരായ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യത. വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. പാൽപ്പായസ നിവേദ്യമോ അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിക്കലോ മഞ്ഞപ്പട്ട് സമർപ്പിക്കലോ ഒക്കെ ചെയ്യുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഇതൊക്കെയാണ് പരമപ്രധാനമായി ഇപ്പം ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ.
ആറാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ വിഷം ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ രോഗം, അലർജി, അസുഖങ്ങൾ, കൂടുതൽ മരുന്ന് കഴിക്കുന്നവർക്ക് അതിൻ്റെ പരിണത ഫലം എന്നോണം ഉദരവ്യാധിയോ അല്ലെങ്കിൽ ഉദരത്തിൽ അസിഡിറ്റിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, അത് കഴിഞ്ഞാൽ 27 വൈകുന്നേരം, 28, 29 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിൽ, അതായത് കണ്ടകശനി ഉണ്ട്, 5ൽ രാഹു, 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു, 9ൽ ചൊവ്വയും സഞ്ചരിക്കുന്നു, ജന്മത്തിൽ ബുധനും 2ൽ ശുക്രനും. 11ലെ കേതു സാമ്പത്തികമായിട്ട് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് കൂടുതൽ ആദായകരമായ അവസ്ഥ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഒരു ചങ്കൂറ്റമുണ്ടാകും. തങ്ങളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ, തങ്ങൾക്ക് ക്രിയാത്മകത എത്രത്തോളം തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ അത് ഏറ്റവും നല്ല രീതിയിൽ ഇവർക്കിപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തിളക്കത്തോടു കൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു. 7ാം ഭാവം കൊണ്ടും ജോലിയെ ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ 7ൽ നിൽക്കുന്ന വ്യാഴവും ഇവർക്ക് ഈശ്വരാധീനം സമ്മാനിക്കുന്നു. അവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ. സഹകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തന മേഖലകളിലെല്ലാം തന്നെ ഇപ്പോൾ അനുഗ്രഹം ഉണ്ടാകുന്നു. എതിർ ചേരിയിൽ നിന്നിരുന്നവർ, അഭിപ്രായ വ്യത്യാസം മൂലം മാറി നിന്നിരുന്നവർ, അവരൊക്കെ തന്നെ ഒരേ അഭിപ്രായത്തോടുകൂടി, അഭിപ്രായ ഐക്യത്തോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ ഒരാഴ്ചയും ഇവർക്ക് ഗുണകരമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആലോചിച്ചിട്ടുള്ളവർക്ക് തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ശുക്രൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവരുടെ വാക്കുകൾക്കിപ്പോൾ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രിയം ഇവരിലേക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുള്ള സൗഹാർദ്ദങ്ങൾ വർദ്ധിക്കുന്നു. പ്രണയബന്ധങ്ങൾ കൂടുതൽ പുഷ്കലമാകുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിയെയും ഇഷ്ടപ്പെട്ട പുരുഷനെയും ഒക്കെ പരസ്പരം ഇവർക്ക് കാണുവാനും പരിചയപ്പെടുവാനും ചിലപ്പോൾ അത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവമായി മാറുവാനുമൊക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ഗുണം കാണുന്നു. കലാപരമായി കഴിവുള്ളവർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നു. ഈ പരുക്കൻ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടിരുന്നവർക്ക് പോലും ഒരു മാറ്റമുണ്ടാകുന്ന കാലമാണ് ശുക്രൻ്റെ 2ലെ നില. കാര്യങ്ങൾ മനസ്സിലാക്കി മിതത്വത്തോടു കൂടി, വിനയത്തോടു കൂടി പ്രിയതരമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ആർക്കും ഒരിഷ്ടമുണ്ടാവും, അത് വിഷയം എത്ര മോശപ്പെട്ടതാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടപെടൽ സമൂഹവുമായും വ്യക്തിബന്ധങ്ങളുമായും കുടുംബത്തിലുമൊക്കെയുള്ള ഇവരുടെ ഇടപെടൽ കുറച്ചുകൂടി സൗമ്യതയോടുകൂടി മുന്നോട്ട് പോകുന്നു. സാമ്പത്തികമായ നേട്ടം, കുറച്ചുകൂടി മുഖഭംഗി, പെരുമാറ്റത്തിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുമൊക്കെ സൗമ്യത, ഇതെല്ലാം കൊണ്ട് തന്നെ ഇവർക്ക് ഗുണകരമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ ആഴ്ച കാണുന്നത്. കുമാരരൂപം ബുധൻ ലഗ്നത്തിൽ, അതായത് ബുധൻ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ സ്വന്തം ശരീരത്തിന് അതിൻ്റെ വാർദ്ധക്യവും തളർച്ചയുമൊക്കെ മാറി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നിൽക്കാൻ സാധിക്കുന്നു. ചൊവ്വയുടെ രാശിയിലായതിനാൽ എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മനസാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഊർജ്ജസ്വലമായി കാര്യങ്ങളെ നേരിടാൻ ഇവർക്ക് സാധിക്കുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം പിതാവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമോ വഴക്കോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. 4ാം ഭാവത്തിലെ ശനി എന്ന് പറയുമ്പോൾ കുടുംബമാണ്. കുടുംബം എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാത്തവനാണെങ്കിൽ അയാളുടെ മാതാവ്, പിതാവ് ഒക്കെയാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. മാതാവിന് ശാരീരികമായ അവശത കാണുന്നു. മാതൃബന്ധുക്കൾക്കും ദോഷം കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 വൈകുന്നേരം വരെയും പിന്നെ 30-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അനിഷ്ടസ്ഥാനത്താണ് ഇവർക്കും. 6, 8, 12 ഇവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഗുണമല്ല. പ്രത്യേകിച്ച് വ്യാഴം നിൽക്കുന്ന രാശി പോലും ശുക്രൻ്റേതാണ്. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ശത്രു, അതുപോലെ തന്നെ വ്യാധി, കടം, ഈ ദുരിതം, ഇതൊക്കെ പൊതുവെ ഉള്ള രാശിയിൽ പോയി വ്യാഴം നിൽക്കുമ്പോൾ ഈ മേഖലയിൽ, അതായത് ദുരിതം എന്തെങ്കിലും ഉണ്ടായാലോ, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ, കടബാധ്യതയുണ്ടായാലോ ഒക്കെ നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ഒരു അവസരം ഈ ഒരാഴ്ചയും കുറഞ്ഞിരിക്കാനുള്ള സാധ്യതയാണ് വ്യാഴം എന്ന ഗ്രഹം ഇങ്ങനെ നിൽക്കുന്നതിനാൽ. ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശനി 3-ലാണ്. അതുകൊണ്ട് തന്നെ 7.5 ശനി മാറി ശനി അതിൻ്റെ ശുഷ്കാന്തിയുടെ രൂപത്തിൽ സ്ഥിരതയോടുകൂടി നിൽക്കുന്നു. അതുകൊണ്ട്
തടസ്സങ്ങളോ പ്രശ്നങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടായാലും ഏതോ ഒരു അദൃശ്യ ശക്തി ഇവരുടെ മനസ്സിന് അപാരമായ ഊർജം നൽകും. അതുകൊണ്ട് തന്നെ പിന്നോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടാവില്ല, തോറ്റു പിന്മാറുന്നൊരവസരം ഉണ്ടാവുകയുമില്ല. മുന്നോട്ട് പോകാനുള്ളൊരു ചങ്കൂറ്റം എന്തായാലും ശനി സമ്മാനിക്കും. മാത്രമല്ല ഇപ്പോൾ ഈ ആഴ്ചയിൽ ശുക്രൻ ഇവരുടെ ജന്മത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടപെടലൊക്കെ വളരെ സൗമ്യവും സുന്ദരവും ഒക്കെ ആകും. അതുകൊണ്ട് വ്യക്തിത്വം കൂടുതൽ വികസിക്കപ്പെടും. മറഞ്ഞ ബുധൻ കൂടുതൽ അറിവ് കൊടുക്കുമെന്ന പ്രമാണം പോലെ ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ, ഏറ്റവും ശക്തമായി, ഏറ്റവും ബുദ്ധിപരമായി, ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് കർമ്മ മേഖലയിൽ ഒരു ദോഷവും ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം, കർമ്മ മേഖലയിൽ ഇപ്പോഴും ഇവർക്ക് ശത്രുക്കളുണ്ട്, വിമർശനങ്ങളുണ്ട്, അപഖ്യാതികൾ പറഞ്ഞു വരുത്താൻ ആൾക്കാരുണ്ട്. എന്നാലും അതിനെ അതിജീവിക്കാനുള്ളൊരു മനസ്സ് ഇവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചില യാത്രകളും ചില അനാമത്ത് ചെലവുകളും ഉണ്ടാകാം. പിതാവിനും ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക, കർമ്മരംഗം ശ്രദ്ധിക്കുക. അതുപോലെ അപകട സാധ്യതകളും കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളും ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഉയരങ്ങളിലേക്ക് കയറുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. തീയുമായി ബന്ധപ്പെട്ടും വൈദ്യുതിയുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുമ്പോഴും അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, 3-ൽ രാഹു, 9ാം ഭാവത്തിൽ കേതു, 11-ൽ ബുധനും സൂര്യനും, 12-ലാണ് ശുക്രൻ. ശുക്രൻ 12-ൽ ദോഷമൊന്നുമല്ല. ശുക്രന് 12-ൽ ഒറ്റ ദോഷമേ സംഭവിക്കുന്നുള്ളൂ. അത് ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ആധികാരികമായി പറഞ്ഞിട്ടില്ലെങ്കിലും ശുക്രൻ 12-ലെ നില എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ സഹവർത്തിത്വത്തോടുകൂടി, സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് 12-ൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ഒടുവിൽ പരിഹാസത്തിൻ്റെയും അതുപോലെ തന്നെ പിന്തള്ളപ്പെടലിൻ്റെയും ഒരു അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും അത് കുടുംബ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലോ ആണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഇപ്പോൾ. അതായത് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അരക്കാർ. പക്ഷേ 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴം അവർക്ക് ഈ എല്ലാ ദോഷങ്ങൾക്കുമൊക്കെ അപ്പുറം ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ, മനഃശക്തിയുടെ രൂപത്തിൽ, സന്താനങ്ങളുടെ ശക്തിയുടെയും അഭിവൃദ്ധിയുടെയും വിജയത്തിൻ്റെയും രൂപത്തിൽ, പ്രവർത്തനങ്ങളിലെ ഇവരുടെ ക്രിയാത്മകമായ ബുദ്ധിപരമായ ശക്തിയുടെയും ഒക്കെ രൂപത്തിൽ അനുഗ്രഹമായി മാറും. 5-ലെ വ്യാഴം ആ ഗുണങ്ങളൊക്കെയാണ് കൊടുക്കുക. പ്രജ്ഞാപ്രതിഭ, സന്താന ഭാഗ്യഭാവം 5 കൊണ്ട് നിരൂപണ എന്ന പ്രമാണം വെച്ച് വ്യാഴം ഇവർക്ക് ഗുണത്തെ കൊടുക്കും. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ സൂക്ഷിക്കണം. ബന്ധങ്ങളിൽ ചെറിയ അകൽച്ച, ചില വാക്കുകൾ ചിലപ്പോൾ പരുഷമാകാം, അത് ബന്ധങ്ങളെ അകറ്റി നിർത്താം. ചിലപ്പോൾ ശാരീരികമായ അവശത കൊണ്ട് കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യാം. ഉദരം, ജനനേന്ദ്രിയ ഭാഗങ്ങൾ, തുട, ഈ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളോ ചികിത്സകളോ ചെയ്യേണ്ടി വരും. ചില സർജറിക്ക് വിധേയമാകേണ്ടിയൊക്കെ വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. യാത്ര സൂക്ഷിക്കണം. ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, അവിടെയൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിതാവിനും ശാരീരികമായ അവശത, സഹോദരങ്ങൾക്കും അത്ര നല്ലതല്ല. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27 വൈകുന്നേരത്തിന് ശേഷം 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, 11-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, 10-ൽ സഞ്ചരിക്കുന്ന ബുധൻ. ഇതൊക്കെയാണ് അനുഗ്രഹമായി നിൽക്കുന്നത്. 6-ലെ ചൊവ്വയും, പാപഗ്രഹങ്ങൾക്ക് 6 താരതമ്യേന ഗുണമാണ്. അത് ഗ്രഹനിലയിലല്ല, പ്രശ്നത്തിലാണ് 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് നല്ലത് എന്ന് കൂടുതലായി ആചാര്യന്മാർ പറയാറുണ്ട്. ഇവിടെ 6-ൽ നിൽക്കുമ്പോൾ ശത്രുവിന് മേൽ ഒരു മാനസികമായ ധൈര്യവും വിമർശനങ്ങളെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരവും ചൊവ്വ സമ്മാനിക്കും. എന്നാൽ ശാരീരികമായ അവശതയെ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ രോഗം, ഉദരത്തിൽ ജലം കെട്ടിക്കിടന്നുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, മഹോദരം, ഇതൊക്കെ ഉള്ളവർക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളവരും ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ജന്മത്തിൽ ശനിയുണ്ട് എന്നുള്ള കാര്യം കുംഭക്കൂറുകാർ എപ്പോഴും ഓർക്കണം. ജന്മശനി ഏതെങ്കിലും വിധത്തിൽ എപ്പോഴും ശല്യപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മറ്റു ഗ്രഹങ്ങൾ ശുഭകരമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ താൽക്കാലികമായ അനുഗ്രഹങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെങ്കിലും അടിസ്ഥാനപരമായി കുംഭം കൂറിൽപ്പെട്ട, അതായത് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരായ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്ക് ഏത് വിധേനയും ആശങ്കകളോ പ്രശ്നങ്ങളോ
പിന്നെ ജീവിത ഭയമോ അല്ലെങ്കിൽ സാമ്പത്തികമായ പരാധീനതകളോ എത്ര കിട്ടിയാലും തികയാതെ വരുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. കാരണം ജന്മശനി ഉള്ളതുകൊണ്ട്. എന്നാൽ 4-ലെ വ്യാഴം, 11-ലെ ശുക്രൻ, 10-ലെ ബുധൻ ഇതെല്ലാം ഇവരെ സഹായിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിലൊന്നും പ്രശ്നമുണ്ടാകില്ല. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയണമെന്നില്ല. തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക, അങ്ങേയറ്റത്തെ ശ്രദ്ധ പ്രവർത്തന മേഖലയിലും സമ്പത്ത് നേടാനും ശ്രമിക്കുക, കുടുംബത്തിൽ കൂടുതൽ സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ശ്രമിക്കുക. അതിനുള്ള ഗ്രഹങ്ങളൊക്കെ തന്നെ ഇവർക്കിപ്പോൾ അനുകൂലമായി നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ അവിടെ കൂടുതൽ മംഗളകരമാവും കാര്യങ്ങൾ. ധനപരമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും യാത്ര കൊണ്ട് ഗുണവുമൊക്കെ ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി പ്രത്യേകമായി ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു. സർവത്ര തടസ്സമോ പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ടാക്കും. അത് നേരത്തെ പറഞ്ഞു, ജന്മശനി കൂടി ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ശ്രദ്ധിച്ചു കൊള്ളണം. ഗണപതിക്കും ശാസ്താവിനും പ്രത്യേകമായി പൂജ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാന പരിഹാരം. അടുത്തത് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ 30-ാം തീയതിയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ രാഹു, 7-ൽ കേതു, 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ൽ ചൊവ്വ, 12-ൽ ശനി, 10-ാം ഭാവത്തിൽ ശുക്രനും 9-ൽ ബുധനും. ഇവിടെ 9-ൽ നിൽക്കുന്ന ബുധനും സൂര്യനും. അതുപോലെ തന്നെ പിന്നെ ഇവർക്ക് ഗുണമുള്ള ഗ്രഹങ്ങൾ വളരെ കുറവാണ് ഇവിടെ നിൽക്കുന്നത്. പലപ്പോഴും മീനക്കൂറിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ഒരു ഗ്രഹമാണ് ഇവർക്കിപ്പോൾ ഗുണമായിട്ട് നിൽക്കുന്നത്, 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ. അവിടെ പോലും സൂര്യൻ ഉള്ളതുകൊണ്ടും സൂര്യൻ നിൽക്കുന്ന രാശി ചൊവ്വയുടെ രാശി ആയതിനാലും പിതാവിനോ പിതൃ സമാനരായ വ്യക്തികൾക്കോ ശസ്ത്രക്രിയയോ ശാരീരികമായ അവശതയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ബുധൻ നിൽക്കുന്നത് ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ, അതായത് പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയിൽ നിന്ന് നേട്ടവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഗുണം, തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് ധനപരമായ സഹായം, ക്രിയാത്മകമായ അതായത് തങ്ങളുടെ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഭാവനാശക്തിയും ഒക്കെ വേണ്ട ഒരു കർമ്മമേഖലയാണെങ്കിൽ അവിടെ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന അവസ്ഥ, യാത്ര കൊണ്ട് ഗുണം ഒക്കെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ, ഒരുപക്ഷെ അത് ഏതെങ്കിലും രോഗമോ അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളോ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചയോ ഒക്കെ വഴി ആശങ്കകളും പ്രശ്നങ്ങളുമാണ് ഇവരെ ഇപ്പോൾ അലട്ടുന്നത്. അത്തരം കാര്യങ്ങളിൽ നിന്ന് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രക്ഷ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ, അതും സന്താനങ്ങൾക്കത്ര നല്ലതല്ല. അതുപോലെ തന്നെ വ്യാഴം 3-ലായതിനാൽ സാമ്പത്തികമായി പരുങ്ങൽ ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ സമ്പത്ത് കിട്ടും അല്ലെങ്കിൽ ധനം കിട്ടും, പക്ഷേ അതൊന്നും തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര മതിയാകുന്നതായി കാണില്ല. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകൾ സാമ്പത്തികമായും ഇവരെ അലട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ജന്മശനിയാണ് വരുന്നത്. ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എല്ലാവർക്കും ഈ ദുര്യോഗം അനുഭവിക്കണമെന്നില്ല. അവർക്ക് ശുഭഗ്രഹങ്ങളുടെ ദശയും അപഹാരവും ഛിദ്രവുമൊക്കെ ആണെങ്കിൽ ഇതിന് വളരെയധികം മാറ്റങ്ങളുണ്ടാവും. ഈ ഗോചരാൽ പറയുന്നത് വെച്ചിട്ട് ഒരാളും അതിനെ അങ്ങ് അടിസ്ഥാനപരമായി എടുക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ ഗ്രഹനില തന്നെയാണ് പ്രധാനം. കൃത്യമായ സമയം അറിയാമെങ്കിൽ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രഹങ്ങളും അത് നിൽക്കുന്ന രാശി, അതിൻ്റെ ബലം, അതൊക്കെ വച്ചിട്ട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അവിടെ കൂടി മോശമാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മീനക്കൂറുകാർ ശ്രദ്ധിക്കണം. നാഗർക്ക് പ്രത്യേകമായി പൂജ ചെയ്യണം, ഗണപതിക്ക് പൂജ ചെയ്യണം കേതുദോഷത്തിന്. അതുപോലെ ജന്മശനി വരുന്നു, അതിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. വ്യാഴം പരുങ്ങലിലായതിനാൽ വിഷ്ണുവിനെയൊക്കെ ഭജിക്കണം. ഏറ്റവും പ്രധാനം ഏതെങ്കിലും ഒരു ഉപാസനാമൂർത്തി കൃത്യമായി ഉണ്ടെങ്കിൽ ആ ഉപാസനാമൂർത്തിയുടെ ഏറ്റവും ലഘുവായ മന്ത്രം എപ്പോഴും ജപിക്കുക. ഒരു ദൈവം മതി, ഏകദൈവമാണ് എപ്പോഴും നല്ലത്. മീനക്കൂറിന് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 24, 25, 26, 27 വൈകുന്നേരം വരെ. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശനിദോഷത്തിനായിട്ട് ശനീശ്വരനെ ഭജിക്കുക, ശാസ്താവിൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തുക, ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക, കറുത്ത വസ്ത്രം ധരിക്കുക, അതുപോലെ കറുത്ത പട്ട് സമർപ്പിക്കുക, നീരാഞ്ജനം സമർപ്പിക്കുക, അതുപോലെ തന്നെ കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക, വിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, പാൽപ്പായസ നൈവേദ്യം, നേവിളക്ക് കത്തിക്കൽ, മഞ്ഞപ്പെട്ട് സമർപ്പിക്കൽ തുടങ്ങിയവ ചെയ്യുക. കേതുദോഷത്തിന് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമോ എന്നോ ജപിക്കുക.
പിന്നെ കാലഭൈരവന് ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. ഉണ്ണിയപ്പ നിവേദ്യവും നല്ലതാണ്. നാഗദോഷത്തിനവും നാഗായനമായി എന്ന് ജപിക്കുക. 100 പാലും നൽകുക നാഗദൈവങ്ങൾക്ക്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.